എല്ലാ കൂട്ടുകാർക്കും പാചകം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ നല്ലൊരു മധുര പലഹാരമാണ്. ലഡുവാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ലഡു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മഞ്ഞ നിറത്തിലുള്ള ബൂന്തി ലഡു തന്നെയായിരിക്കും അല്ലേ? നമ്മളിന്ന് ബൂന്തി ലഡുവാണ് ഉണ്ടാക്കുന്നത്. നമുക്കിത് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റി ആയിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ലഡു ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ലഡു തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കടലമാവാണ്. 2 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാം കടലമാവാണുള്ളത്. ഞാൻ ഈ മെഷറിംഗ് കപ്പിലാണ് 250 മില്ലിയുടെ മെഷറിംഗ് കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് അളന്നെടുക്കണം. മെഷറിംഗ് കപ്പ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കപ്പിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ അളന്നെടുത്താൽ മതി. ഇനി പഞ്ചസാര വേണം. നമ്മൾ കടലമാവ് അളന്ന അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അതെ, 340 ഗ്രാം പഞ്ചസാരയാണുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യും എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ബൂന്തി തയ്യാറാക്കും, പിന്നെ ഷുഗർ സിറപ്പ് തയ്യാറാക്കും. പിന്നെ ഷുഗർ സിറപ്പിലേക്ക് ബൂന്തി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഉരുട്ടിയെടുക്കും. അത്രയാണ് ഇതിൻ്റെ പ്രോസസ്സ്. ആദ്യം നമുക്ക് ബൂന്തിക്കുള്ള മാവ് റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളെടുത്ത് അതിലേക്ക് ഈ കടലമാവൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. കടലമാവിൻ്റെ ഒപ്പം നമുക്ക് നല്ലൊരു കളർ കിട്ടാനായിട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ നിർബന്ധമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമ്മൾ കടലമാവ് അളന്ന അതേ കപ്പിൽ തന്നെയാണ് വെള്ളം അളന്നെടുക്കേണ്ടത്. വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ആദ്യം തന്നെ നമ്മൾ വെള്ളം മുഴുവൻ ഒഴിച്ചു കൊടുത്താൽ ഇത് ബാറ്റർ ആക്കുന്ന സമയത്ത് ഇതിൽ ഒത്തിരി കട്ടകളുണ്ടാകും. അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് വെള്ളം ഒരുപാട് കൂടിപ്പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. വെള്ളം കൂടിപ്പോയാൽ നമ്മൾ ബൂന്തി തയ്യാറാക്കുമ്പോൾ അതിന് നല്ലൊരു ഷേപ്പ് കിട്ടില്ല, അങ്ങനെ പരന്നു പോയ പോലത്തെ ഒരു ബൂന്തി ആയിരിക്കും. ഇനി മാവിന് കട്ടി കൂടിപ്പോയാൽ നമ്മൾ ബൂന്തി തയ്യാറാക്കുമ്പോൾ അതിനിങ്ങനെ ഒരു വാല് പോലെ അങ്ങനെ അറ്റത്തിങ്ങനെ ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ നല്ല മുത്തുമണികൾ പോലെയുള്ള ബൂന്തി കിട്ടാനായിട്ട് കറക്റ്റ് അളവ് വെള്ളമായിരിക്കും നമ്മൾ ചേർക്കുന്നത്. ഞാൻ 1.25 കപ്പ്, അതായത് 375 മില്ലി വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ പൊടിയുടെ വ്യത്യാസമൊക്കെ അനുസരിച്ച് വെള്ളത്തിന്റെ അളവിന് കുറച്ച് വ്യത്യാസം വരാം കേട്ടോ. ഇതേപോലെ തുളകളുള്ള ഒരു സ്പൂണാണ് നമുക്ക് ബൂന്തി തയ്യാറാക്കാനായിട്ട് വേണ്ടത്. പിന്നെ ബൂന്തിക്കായിട്ട് പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സ്പൂണുകളൊക്കെ ഉണ്ട്. അത് വേണമെന്ന് നിർബന്ധമില്ല. ഇതേപോലെ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ബൂന്തി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കതിനായിട്ട് ഒരു ഫ്രൈങ് പാനിൽ കുറച്ച് കുഴിവുള്ള ഒരു ഫ്രൈങ് പാൻ കൊടുക്കുകയായിരിക്കും നല്ലത്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 500 മില്ലി എണ്ണയാണ് എടുക്കുന്നത്. ഈ ഒരു ഹൈറ്റിലെ എണ്ണ ഉണ്ടെങ്കിലാണ് നമ്മുടെ ബൂന്തി ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ഷേപ്പായി കിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് ബൂന്തി താഴ്ന്നു നിന്നിട്ട് പിന്നെ പൊങ്ങി വന്ന് നല്ല ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഈ ഒരു ഹൈറ്റിൽ എണ്ണ ഉണ്ടാവണം. ഈ എണ്ണ നല്ലപോലെ ചൂടാവണം. എന്നിട്ട് വേണം നമ്മളിതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാൻ. പിന്നെ നന്നായിട്ട് ചൂടായി നിറയാൻ ഒരു തുള്ളി നമുക്കിങ്ങനെ ഇതിലേക്ക് മാവ് ഇറ്റിച്ചു കൊടുക്കാം. അത് പെട്ടെന്ന് തന്നെ കണ്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഈ സ്പൂൺ കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് വേറൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ സ്പൂൺ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഈ മാവെല്ലാം ഒരു സ്ഥലത്ത് തന്നെ കൂടിക്കിടന്ന് കട്ട കെട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഈ സ്പൂണിൽ പതുക്കെ ഒന്ന് തട്ടിക്കൊടുക്കും. ബൂന്തി മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഇത് ബൂന്തി കോരി മാറ്റണം. ബൂന്തി കൂടുതലായിട്ട് ക്രിസ്പി ആകാനായിട്ട് നമ്മൾ ഒട്ടും വെയിറ്റ് ചെയ്യരുത്. അപ്പം ഞാൻ ഇതിലേക്ക് മാവ് ചേർത്ത് തൊട്ട് ഈ കോരി എടുക്കാൻ പോകുന്നത് ഒരു കൃത്യം 15 സെക്കൻഡാണ് ഈ ബൂന്തി എണ്ണയിൽ കിടന്നിരിക്കുന്നത്. അത്രമാത്രം നമുക്ക് ഇത് ഫ്രൈ ചെയ്താൽ മതി. നമ്മൾ ഇതിൽ നിന്ന് ഒരു ബൂന്തി എടുത്ത് കഴിച്ചു നോക്കിയാൽ കടലമാവിൻ്റെ പച്ചച്ചൊവയൊന്നും അതിനില്ല. കൂടുതൽ നേരം നമ്മൾ ഇതിട്ട് ക്രിസ്പി ആക്കിയാൽ നമ്മൾ പിന്നെ ഇത് ഷുഗർ സിറപ്പ് ചേർത്ത് കഴിയുമ്പോൾ ഈ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഇത് വലിച്ചെടുക്കാതെ നമുക്കത് ഷേപ്പ് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാവും. ഇനി അടുത്ത തവണ ഈ സ്പൂണിലേക്ക് മാവ് ഒഴിക്കുന്നതിന് മുമ്പ് ഈ സ്പൂൺ നല്ലപോലെ ക്ലീൻ ചെയ്ത് നല്ലപോലെ വെള്ളമൊക്കെ കളഞ്ഞ് ഒപ്പിയെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ബൂന്തിക്ക് നല്ല ഷേപ്പ് കിട്ടില്ല. അതുപോലെ തന്നെ മാവ് ഒഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണം. ഫ്ലെയിം കൂട്ടി വെച്ച് എണ്ണ നല്ലപോലെ ചൂടാക്കിയ ശേഷം വേണം പിന്നെ മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഇതേപോലെ നമുക്ക് മുഴുവൻ മാവ് കൊണ്ടും ബൂന്തി തയ്യാറാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ബൂന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണ നല്ല പാകത്തിനായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് ഒട്ടും ക്രിസ്പി അല്ല, പക്ഷെ കടലമാവിൻ്റെ പച്ചച്ചൊവയൊന്നും ഇല്ല. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് വയ്ക്കാം.
ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ചൂടുകെട്ടുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്ത് അത് ഈ പഞ്ചസാര മുങ്ങുന്ന അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ 3/4 കപ്പിന് താഴെ വെള്ളമാണ് ചേർത്തത്. നമ്മൾ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താൽ ഈ പാനി പാകമായിട്ട് വരാനായിട്ട് കുറേ സമയം എടുക്കും. പിന്നെ ലഡു സക്സസ് ആകാനുള്ള എന്താ പറയുക, ഒരു നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പഞ്ചസാര പാനിയുടെ പാകം എന്ന് പറയുന്നത്. കറക്റ്റ് പാകം ആകുന്നതിന് മുമ്പ് ബൂന്തി ചേർത്ത് കൊടുത്താൽ നമ്മൾ ലഡു ഉരുട്ടിയെടുത്താൽ അതിനെപ്പോഴും ഒരു നനവുണ്ടാകും. കറക്റ്റായിട്ട് നമുക്ക് സെറ്റായി കിട്ടില്ല. ഇനി പാനിയുടെ പാകം കൂടിപ്പോയാൽ നമുക്കത് ഷേപ്പ് ചെയ്യാനേ പറ്റാത്ത പോലെയാകും. നമുക്ക് ആദ്യം ഈ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചാൽ മതി. എന്നിട്ട് അലിയുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കിനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണ്ട. അതേപോലെ പാനിയുടെ പാകം അറിയാനായിട്ട് ഒരു ബൗളിൽ ഇതുപോലെ സ്റ്റീലിന്റെ ഒരു ബൗൾ തന്നെ എടുക്കുക. അതിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിരിക്കുക. തിളച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം പാനി കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന്. ആദ്യം നമുക്ക് ഇതേപോലെ ഒട്ടലുള്ള ഒരു പാകമാണ് പഞ്ചസാര പാനിക്ക് കിട്ടുക. ഈ സമയത്ത് നമ്മൾ ഒരു തുള്ളി ഈ വെള്ളത്തിലേക്ക് ഇറ്റിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ നോക്കുമ്പോൾ ചെറിയൊരു നൂലിങ്ങനെ കാണാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു നൂല് പോലെ കാണാൻ പറ്റും. ഇതുപോലെ വെള്ളത്തിലേക്ക് ഇറ്റിച്ചു കൊടുത്താലും ഇതും പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകുന്നതായിട്ട് കാണാം. ഇനി വീണ്ടും കുറച്ച് നേരം കൂടി നമുക്ക് തിളപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ നോക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഒട്ടല്ല ഒരു നൂല് ഇങ്ങനെ കയ്യിലിങ്ങനെ കാണാൻ പറ്റും. ഇത് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഇതുപോലെ പെട്ടെന്ന് അരിഞ്ഞു പോകുന്ന ഒരു പാകമാണ്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ബൂന്തി ചേർത്താൽ നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. പക്ഷെ സെറ്റായി കിട്ടില്ല. അതായത് എപ്പോഴും ഒരു നനവുണ്ടാവും നമ്മുടെ ലഡുവിന്. ഒരല്പനേരം കൂടി കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ 2 നൂലിങ്ങനെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ കുറച്ച് സിറപ്പ് വെള്ളത്തിൽ ഇറ്റിച്ച് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ അടിയിൽ അടിഞ്ഞ് കൂടിയിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ വിരൽ കൊണ്ട് തൊടുമ്പോൾ അത് വിട്ടുവിട്ട് പോകുന്നതായിട്ട് കാണാം. ഇല്ല, നമുക്കത് ഒരുമിച്ച് കൂട്ടി വയ്ക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മളിനി കുറച്ച് നേരം കൂടി ഏതാനും സെക്കൻഡുകൾ കൂടി നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമ്മളിത് വെള്ളത്തിലേക്ക് ഇറ്റിച്ച് കൊടുക്കുമ്പോൾ കണ്ടത് വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ അടിഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ വിരൽ കൊണ്ട് ഇങ്ങനെ കൂട്ടി കൊടുത്താൽ നമുക്കിങ്ങനെ കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. പക്ഷെ കയ്യിലെടുത്ത് നമുക്കതൊരു ബോൾ പോലെ ഉരുട്ടിയെടുക്കാനൊന്നും പറ്റില്ല. അത്രയ്ക്കും ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. ഈ ഒരു സമയത്ത് വേണം നമ്മൾ ബൂന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ബൂന്തി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഏലക്കപ്പൊടി ചേർക്കാം. ഇനി ബൂന്തി മുഴുവൻ സിറപ്പ് ഇതിലേക്ക് വലിച്ചെടുക്കുന്നവരെ ഒരു മിനിറ്റോളം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൽ എന്തെങ്കിലും സിറപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന സമയത്ത് ബൂന്തിയിലേക്ക് അത് വലിച്ചെടുത്തോളും. ഇനി അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർക്കാം. നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റോളം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ലഡുവായിട്ട് ഉരുട്ടിയെടുക്കാം. ഓരോ ലഡുവിലും അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയും ഓരോന്ന് വരത്തക്ക രീതിയിൽ നമുക്കത് ഉരുട്ടിയെടുക്കാം. ഈ അളവിൽ നമുക്ക് ഒരുവിധം വലിപ്പത്തിലുള്ള 15 ലഡു ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇത് നമുക്കൊരു 4-5 മണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നല്ല കറക്റ്റായിട്ട് സെറ്റായി കിട്ടും. നമ്മൾ പിറ്റേ ദിവസമാണ് ഇത് എടുക്കുന്നതെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസ് അറിയിക്കണം.
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.